ഹായ് ഫ്രണ്ട്സ്, കുറേ പേരുടെ വില്ലനും നിലവിലെൻ്റെ ഹീറോയുമായ റിവോൾട്ട് ബൈക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേരളത്തിലെ റിവോൾട്ടിൻ്റെ സർവീസ് സെൻറ്ററുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തത് മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടിരിക്കുന്ന റിവോൾട്ട് ഓണേഴ്സിനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിനും റിവോൾട്ടിൻ്റെ സർവീസ് സെൻറ്ററുകൾ ക്ലോസ് ചെയ്ത നടപടി ലീഗലി ചോദ്യം ചെയ്യുന്നതിന് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു റിവോൾട്ട് യൂസറാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഈ വാഹനം ഉപയോഗിക്കുന്നു. ഈ ബൈക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും സർവീസ് സെൻറ്ററിലുള്ള ടെക്നീഷ്യനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുന്നതിന് വേണ്ടി നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ, ആഡ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ, നിങ്ങളുടെ സ്ഥലം എന്നിവ സഹിതം 9496 08 7364 94 96 08 73 64 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടാതെ റിവോൾട്ട് ഇലക്ട്രിക് ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങുന്നതിനായി ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന 4 നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ടാങ്ക് കവർ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയതാണ്. ഫ്രണ്ടിലെ പവർ ബട്ടൺ വാട്ടർ പ്രൂഫാണെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്വിച്ചിനുള്ളിൽ വെള്ളം കയറുന്ന പ്രോബ്ലം എല്ലാവർക്കുമുണ്ട്. അതൊഴിവാക്കുവാൻ ഇതുപോലുള്ള ടാങ്ക് കവർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ പവർ ബട്ടൻ്റെ സ്ഥാനത്ത് എൻഫീൽഡിൻ്റെ കീ സെറ്റ് വെച്ച് പിടിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. കീ സെറ്റ് ഫിറ്റ് ചെയ്താൽ മൊബിലൈസർ കംപ്ലൈൻ്റ് ആയാലും കീ സെറ്റിൽ ഓൺ ഓഫ് ചെയ്ത് വാഹനം ഓടിക്കാവുന്നതാണ്. ഇതുപോലെ കീ സെറ്റ് ഫിറ്റ് ചെയ്യുന്നതിനും ഇതിൻ്റെ പാർട്സ് മാത്രമായി വാങ്ങുന്നതിനും മുൻപേ കാണിച്ച നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന WD-40 മൾട്ടിപർപ്പസ് സ്പ്രേ ഒരു ബോട്ടിൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മാസത്തിൽ ഒരു തവണ ചാർജറിൻ്റെ പിന്നും വാഹനത്തിൽ ചാർജർ കുത്തുന്ന ഫീമെയിൽ പോർട്ടും WD-40 ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ഫീമെയിൽ ആൻഡ് മെയിൽ പോർട്ടും ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റാണ് ബാറ്ററിയും കണക്ടറും തമ്മിൽ ലൂസ് കോൺടാക്റ്റ് ഉണ്ടാകുന്നത്. ഇത് ഒരു സ്ലീവ് ഉപയോഗിച്ച് റെഡിയാക്കാവുന്നതാണ്. ഞാൻ നിലവിൽ ചെറിയ ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്, ബൈക്ക് ഓൺ ചെയ്ത ശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് ലൈറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ തെളിയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലൈറ്റ് തെളിയുന്നില്ല എങ്കിൽ ബ്രേക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിലേ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കാം. അങ്ങനെ റിലേ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആയത് ബെൽറ്റ് പൊട്ടുന്നതിനും മോട്ടോർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതിനും വഴിവെക്കുന്നു. റിവോൾട്ട് ഇലക്ട്രിക് ബൈക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞങ്ങളുടെ ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.